നെക്സ്റ്റ് ടീമിന് മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് നമ്മുടെ വെല്ലി മുതലാളി. 21 പോയിന്റുകൾ നേടി വമ്പൻ ലീഡ് പിടിച്ച് 10 ടാസ്കുകൾ കളിച്ച് ജയിച്ചിരിക്കുന്നത് നമ്മുടെ നെക്സ്റ്റ് ആയതുകൊണ്ട് തന്നെ ബോണസ് പോയിന്റ് കൊടുക്കാൻ ബിഗ് ബോസ് അങ്ങ് തീരുമാനിച്ചു. ഇനി ടാസ്കുകൾക്ക് പ്രസക്തിയൊന്നും ഇല്ലാന്ന് പുള്ളി പറഞ്ഞു. അത് സംഭവം വേറൊന്നുമല്ല, ടിക്കറ്റ് ഫിനാലയില് ഒരു പോയിന്റ് മുന്നിലായിരിക്കും ബോണസ് പോയിന്റ് ഉള്ളവര്. ഇപ്പം വേറുള്ളവര് 0-ൽ നിൽക്കുമ്പം ഇത് ജയിച്ച ആള് മാത്രം പോയിന്റ് 1-ൽ നിന്നും തുടങ്ങും. അത്രേ ഉള്ളൂ സംഭവം. അല്ലാതെ നോമിനേഷൻ ഫ്രീ അതൊന്നും അല്ല. നെക്സ്റ്റിനോട് ആക്ടിവിറ്റി ഏരിയയിലേക്ക് അപ്പൊ തന്നെ വരാൻ പറഞ്ഞു. ഡിബേറ്റ് എന്നൊരു ലെവലിലേക്ക് ഇത് കൊണ്ടുപോകണ്ട എന്നതായിരുന്നു നെക്സ്റ്റിലെ എല്ലാവരുടെയും തീരുമാനം. ഇപ്പൊ ജാസ്മിൻ ആയി കഴിഞ്ഞാലും, ഋഷി ആയി കഴിഞ്ഞാലും, അർജുൻ ആയി കഴിഞ്ഞാലും, അഭിഷേക് ആയി കഴിഞ്ഞാലും എല്ലാവരും ആ രീതിയിലാണ് അതിനെ തീരുമാനമെടുത്തത്. അപ്പൊ ഋഷി പറയുന്നുണ്ട്, ഞാൻ ഓസിന് പണിയെടുത്തിട്ട് എന്തിനു നിങ്ങൾക്ക് ബോണസ് പോയിന്റ് വിട്ടു തരണം. ജാസ്മിൻ ഒരു തന്ത്രം ഇറക്കുന്നുണ്ട്. സംഭവം വുമൺ കാർഡാണ്, പക്ഷെ നൈസായിട്ട് എടുത്തങ്ങ് അടിച്ചു. ഞാനാണ് ഫിസിക്കലി സ്ട്രോങ് അല്ലാത്തത്, നിങ്ങൾ 3 പേരും ഫിസിക്കലി കിടലിനാണല്ലോ, അഡ്വാൻറ്റേജ് ഉണ്ടെന്ന് 3 പേരും പറയാറുണ്ടല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. ശേഷിയൊന്നുമില്ല കേട്ടോ. അർജുൻ പറയുന്നത് എനിക്ക് കോൺഫിഡൻസ് ഇല്ല മക്കളെ, എനിക്കത് വിട്ടുതരൂ എന്ന രീതിയിലാണ്. അഭിഷേക് പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയുന്നില്ല. അഭിഷേക് അത് ഋഷിക്ക് വിട്ടുകൊടുക്കാനുള്ള ഒരു മൂഡിലായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിനിടയ്ക്ക് ബിഗ് ബോസ് പറയുന്നുണ്ട് ഇനി 3 മിനിറ്റ് സമയം കൂടിയേ നിങ്ങൾക്കുള്ളൂ എന്നാണ്. അപ്പൊ ജാസ്മിനും അർജുനും വളരെ നൈസായിട്ട് കളി മാറ്റുന്നുണ്ട്. പ്രയോറിറ്റി എന്നൊരു കാര്യം പറയുന്നുണ്ട്. എന്റെ സെക്കൻഡ് പ്രയോറിറ്റി അർജുനാണ്, എന്റെ സെക്കൻഡ് പ്രയോറിറ്റി ജാസ്മിനാണ് എന്ന് 2 പേരും പറയുന്നു. ഈ പ്രയോറിറ്റി കളി പിന്നീട് വേറെ ലെവലിലേക്കൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഋഷിക്ക് കൊടുക്കാൻ 3 പേരും കൂടി യുണാനിമസ് ആയിട്ട് തീരുമാനിക്കുന്നു. ഇതിലിനി എന്റെ അഭിപ്രായം പറയാം. 4 ചെയർ അവിടെ ഇട്ടിരിക്കുന്നത് ഒരു വലിയ വഴക്കും ഡിബേറ്റും കോണ്ടന്റും ഒക്കെ ഉണ്ടാവാനായിട്ടാണ്. പക്ഷെ 4 പേരുടെ അധ്വാനത്തിന്റെ കാര്യമായോണ്ടായിരിക്കും ഇതൊരു അടിയിലേക്കൊന്നും നീങ്ങിയില്ല. എന്നാലും ഒരു അടി ഇടാമായിരുന്നു എന്ന് തോന്നുന്നു. ഈസി ആയിട്ട് വിട്ടുകൊടുത്ത പോലൊക്കെ തോന്നി. ഇതൊരു ഇൻഡിവിജ്വൽ മത്സരമല്ലേ, അപ്പം എല്ലാവരും ഇതിനു വേണ്ടി പിടിക്കേണ്ടതായിരുന്നു. ബോണസ് എന്ന് പറയുന്നൊരു സാധനത്തിന് വേണ്ടി പിടിക്കേണ്ടതായിരുന്നു. ഋഷി ഡിസേർവിംഗ് ആണോ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. കാരണം 4 പേരും അവിടെ ഇരിക്കുന്നവരിൽ ഡിസേർവിംഗ് തന്നെയായിരുന്നു. അവർ കളിച്ച് ജയിച്ചതാണ്. അപ്പൊ 4 പേർക്ക് അതിനുവേണ്ടി പിടിക്കാനുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഋഷി ജയിച്ചു. ഋഷി ആ ലെവലിൽ ടാസ്കുകളിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇൻഫാക്ട് അവിടെ ഇരിക്കുന്ന 3 പേരെക്കാട്ടിലും മികച്ചതൊന്നും അല്ലായിരുന്നെങ്കിലും ഇവരുടെ ഒരു ടീം എഫേർട്ട് ആണല്ലോ. ഋഷി നല്ല രീതിയിൽ കളിച്ചു. ബട്ട് സ്റ്റിൽ ഒരു ടീം എഫേർട്ട് ആണ് ഇത്. എന്തായാലും നെക്സ്റ്റ് ടീം യുണാനിമസ് ആയിട്ട് എടുത്തൊരു തീരുമാനത്തില് ഋഷിക്ക് ബോണസ് പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. ജാസ്മിൻ ആദ്യം ബാക്കൗട്ട് ചെയ്തു, അത് എടുത്തു പറയണം. ജാസ്മിൻ ബാക്കൗട്ട് ചെയ്യുന്നത് കണ്ടിട്ടാണ് വേറുള്ളവർ ബാക്കൗട്ട് ചെയ്തത്. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം.